റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ബിഗ് ഇംപാക്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ദളിത് യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ മുഖം രക്ഷിക്കാൻ നടപടിയുമായി പോലീസ്. പേരൂർക്കട SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. ഇല്ലാത്ത മോഷണത്തിന് പ്രതി ചേർത്ത് പീഡിപ്പിക്കപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിലൂടെ ബിന്ദു നടത്തിയത് ഈ മാസം 11-നാണ്. CPO പ്രസന്നൻ ഉൾപ്പെടെ 2 പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്ന് ബിന്ദു പ്രതികരിച്ചു. കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച വീട്ടുകാർക്കെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണ് ബിന്ദുവിന്റെ കുടുംബം. പ്രതികരണങ്ങൾ കാണാമത്. വളരെ സന്തോഷമാണ്. തീർത്തും ആയില്ല. ഇനി ഈ പറഞ്ഞ 2 പേരും കൂടി പുറത്താക്കിയാൽ മാത്രമേ എനിക്ക് സന്തോഷമാവുള്ളൂ. 2 പെൺമക്കളാണ്. ആ മക്കളെ വരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ചേർത്ത് വെച്ച് അവരെ പോലും പോലീസിൽ കൊടുക്കുമെന്ന് പറയുന്നൊരു സാഹചര്യമല്ലേ പറഞ്ഞത്? ആ പോലീസ് എന്ന് ആദ്യം ഈ പോലീസുകാരനെ വെളിയിലാക്കാനുള്ളായിരുന്നത്. അയാളുടെ പേരെന്താണ്? പ്രസന്നൻ. ആ പോലീസുകാരനാണ് ബാത്റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞത്. പ്രസന്നൻ എന്ന് പറഞ്ഞ രാത്രി ഡ്യൂട്ടിക്ക് ഇരുന്ന പോലീസുകാരൻ. നിങ്ങളുടെ പരാതിയിൽ അദ്ദേഹത്തിനെതിരായി പറയുന്നുണ്ട്. ഇവിടെ പരാതി കൊടുത്തെങ്കിലും ഈ പുള്ളിക്കാർ പേര് ഈ പോലീസിന്റെ പേര് വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. താൽക്കാലികം ഒരു ആശ്വാസമായിരിക്കും. ആശ്വാസം തീർത്ത് പറയാൻ പറ്റില്ല. ഇവർ 2 പേരും കൂടി വെളിയിലിറങ്ങിയാൽ മാത്രമേ സന്തോഷം. പിന്നെ ഓമന ഡാനിയൽ അവർക്കെതിരെ ഇനി പരാതിയുമായി പോകും. ഈ മാനനഷ്ട കേസ് ഉൾപ്പെടെ ഉള്ളവ കോടതിയിൽ കൊടുക്കാൻ എന്തെങ്കിലും നീക്കമുണ്ടോ? കോടതി കൊടുക്കും. അത് കൊടുക്കും. എൻ്റെ ഭാര്യയെ പള്ളി വിളിച്ച 2 പോലീസുകാരന്മാരെയും കൂടെ സസ്പെൻഡ് ചെയ്യണം. അവരെയും കൂടെ വെളിയിൽ നിർത്തിയിട്ട് അന്വേഷിക്കണം. അത് മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് തെറി വിളിച്ചത് പ്രസന്റ് എന്ന് പറയുന്ന വേറൊരു പോലീസുകാരനും ഉണ്ട്. അവരെയും കൂടെ വെളിയിലാക്കി ഇത് കേസന്വേഷണം മുന്നോട്ട് പോകണം. മൊബൈൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് SI വിളിച്ച് തിരിച്ച് പറയുകയാണ്, നിൻ്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം. നിൻ്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്. ഈ നാട് വിട്ടേ പൊയ്ക്കോളണം എന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടൊന്ന് നിൽക്കിച്ച പറയുന്നത്. ഈ SI ആണോ അങ്ങനെ പറഞ്ഞത്? കണ്ടുപോകരുത്. ഈ SI പറഞ്ഞത്. എന്തായാലും നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അല്ലേ? നീതി കിട്ടണം സാർ. എന്നാലും എനിക്ക് മുന്നോട്ട് പോവാം. ഇതിനുശേഷം ബിന്ദുവിനെ ചില അവര് ജോലിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയെന്ന് കേട്ടു. അത് ശരിയാണോ? അത് ശരി സാർ. ഞാൻ ആദ്യം ഈ കവടിയാറ് വീട്ടിൽ നിന്ന് അവര് പോലീസ് ഈ പ്രസന്റ് എന്ന് പറയുന്ന സാർ ഈ കവടിയാറുള്ള പത്മജയെന്ന് പറഞ്ഞ അവരെ വിളിച്ചു. ഇങ്ങനെ ഇപ്പോൾ ആൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. അപ്പോഴും അവർ എന്നെ തിരിച്ച് വിളിച്ചു പറഞ്ഞു, ബിന്ദു ഇനി വരണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത്രയും ദിവസം ജോലി ചെയ്ത പൈസ ഓഫീസിൽ മറ്റൊരു വീട്ടിൽ വിളിച്ചു പറയുകയും അങ്ങനെ ചെയ്തു സാർ. ഈ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യം എത്തിച്ച ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധർ, തിരുവനന്തപുരത്ത് നിന്നും റോഷിപാൽ, TV പ്രസാദ് എന്നിവർ വിശദ വിവരങ്ങളുമായി ചേരുകയാണ്. ഈ വാർത്ത ആദ്യം പുറം ലോകത്തെത്തിച്ചത് നമ്മുടെ റിപ്പോർട്ടർ റിനു ശ്രീധറാണ്. മെയ് 11-നാണ് റിനു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പേരൂർക്കട പോലീസിനെതിരായ ആരോപണത്തിന് പിന്നാലെ SI പ്രസാദിന് സസ്പെൻഷൻ നടപടി. മുഖം രക്ഷിച്ചുകൊണ്ടുള്ള പോലീസ് നടപടിയിൽ CPO പ്രസന്നൻ ഉൾപ്പെടെ നടപടി നേരിടാതെ സർവീസിൽ തുടരുകയാണ്. ബിന്ദു ജാതി വിവേചനം ഉൾപ്പെടെ നേരിട്ടത് പ്രസന്നൻ എന്ന പോലീസുകാരിൽ നിന്നാണ്. അയാൾക്കെതിരെ ഒരു നടപടിയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി ആദ്യം റിനു ശ്രീധർ തന്നെയാണ് ചേരുന്നത്. റിനു, ഈ വാർത്ത ആദ്യം കേൾക്കുന്നത് റിനു ഈ ബിന്ദുവിന്റെ വിഷമം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചപ്പോഴാണ്. അവരുടെ വാക്കുകൾ അത്രത്തോളം ദുഃഖമുള്ളതായിരുന്നു. നമ്മൾ എത്ര മുന്നോട്ട് പോയാലും, കാലം എത്ര മുന്നോട്ട് പോയാലും ഈ സമൂഹം പിന്നോട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഇത്. എന്തായാലും ഇപ്പോൾ അതിൽ ഈ നീതി മുഴുവനായും ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു പോലീസുകാരന് സസ്പെൻഷൻ എന്നുള്ളതാണ് ഇന്ന് വരുന്ന വാർത്ത. അതിൽ നമുക്ക് അത്രത്തോളം പ്രതീക്ഷ ഇനിയുമുണ്ട്. ഇതിൽ നീതി ലഭ്യമാവും വരെ ഒരു ദളിതായ ഒരു സ്ത്രീ അനുഭവിച്ച ദുരനുഭവങ്ങൾക്കെല്ലാം നീതി കിട്ടുന്നത് വരെ പോരാടുക എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ നമ്മളുടെയും നിലപാട്. റിനു, എങ്ങനെയാണ് ഈ വാർത്തയിലേക്ക് എത്തിയത്? റിപ്പോർട്ടറിലൂടെ നമ്മൾ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഇതുവരെയുള്ള സംഭവങ്ങൾ വിശദീകരിക്കാമോ റിനു? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ നിറവും അതുപോലെ തന്നെ ജാതിയും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഈ ദളിതായിട്ടുള്ള ഈ സാധാരണ ഒരു വീട്ടമ്മയായിട്ടുള്ള ബിന്ദുവിന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ ഒരു ദുരനുഭവം റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ 11-ാം തീയതിയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ മുന്നിൽ ബിന്ദു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലിരുന്ന് അത് അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രതികരണം
മാത്രമായാണ് നമുക്ക് എന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു ദുരിതം പങ്കുവെക്കുന്ന ഒരാളിനെ കാണേണ്ടി വന്നു എൻ്റെ മുന്നിൽ എന്നുള്ളതാണ്. ആ സമയം നമ്മൾ ഈ വാർത്ത പുറത്തു വിട്ടതിനു ശേഷമാണ് DGP ഇതിൽ ഇടപെടുന്നത്. കാരണം ബിന്ദു തന്നെ DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിരുന്നു. തന്നെ ഇത്തരത്തിൽ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് വലിയ രീതിയിൽ ക്രൂരത കാട്ടി എന്നുള്ള ഒരു കാര്യം പറയുന്നു. തുടർന്നാണ് DGP ഉത്തരവിടുകയും തിരുവനന്തപുരം കണ്ടോൺമെന്റ് ACP സ്റ്റുവർട്ട് കില്ലർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതിനുശേഷം അതും നമ്മൾ ഇമ്പാക്റ്റായി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പക്ഷേ ഇതുവരെയും ഏകദേശം ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ്. ഇപ്പോൾ ഇന്ന് ഏകദേശം 10-20ഓളം ദിവസത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെയും നമ്മൾ ബിന്ദുവിനെ അരുൺ സാറിനോടൊപ്പം ഇരുത്തി കൃത്യമായി തന്നെ ചർച്ച ചെയ്തു. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കമുണ്ടായ വീഴ്ചയെക്കുറിച്ച് ബിന്ദു വളരെ സങ്കടത്തോടു കൂടി പ്രതികരിച്ചു. അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവുകയും SIക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തത്. ഇപ്പോൾ SIയെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഈ ബിന്ദുവിനോട് കൊടും ക്രൂരത കാട്ടിയ മറ്റു 2 പോലീസുകാർ കൂടി ആ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ്. ആ പോലീസുകാർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 15 ദിവസത്തിനകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് DGP ഉത്തരവിട്ടിരിക്കുന്നത്. ആ 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുന്നത്. അതല്ലാതെ അതിനു മുമ്പോ ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ പ്രസാദ്, അതായത് SI, അതുപോലെ തന്നെ പ്രസന്നൻ അവിടുത്തെ CPO ആണ്. ഒപ്പം ഈ വീട്ടുകാർ, അതായത് ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ വീട്ടുകാർ, ഇവർക്കെതിരെയാണ് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഇനി മാനനഷ്ട കേസ് അടക്കം കോടതിയിലേക്ക് നൽകി കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഈ SIക്കെതിരെയുള്ള നടപടി ഉണ്ടായതിനു ശേഷവും വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഈ കുടുംബത്തിൽ നിന്ന്, ബിന്ദുവിൻ്റെ നിന്നും അതുപോലെ തന്നെ ഭർത്താവിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം നീതി ലഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിൽ പോലും മറ്റുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷനിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നീതി നിഷേധിച്ച ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതിൽ എന്തായാലും നീതി ലഭിച്ചേ തീരൂ. ബിന്ദുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന നീതി തന്നെ ലഭിക്കുകയും വേണം.